നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലംസാണ്. പ്രോബ്ലംസ് ഓൺ ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ അവിടെ അത് രണ്ട് മെത്തേഡാണ് വരുന്നത്. ബോത്ത് എൻഡ് പോയിൻറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് സീറോ ടെമ്പറേച്ചർ. അത് ഡയറക്റ്റ് നമ്മുടെ തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താ, രണ്ട് എൻഡ് പോയിൻറ്റ്സിലും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും എൻഡിങ് പോയിൻറ്റ്സിലും ടെമ്പറേച്ചർ സീറോ ആയിരിക്കും. അത് വേവിൻ്റെ ഹീറ്റിൻ്റെയും ബൗണ്ടറി കണ്ടീഷൻ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് 1 എന്ന് പറയുന്നത് എൻഡ് പോയിൻറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് സീറോ ടെമ്പറേച്ചർ. അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ വേവിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അവിടെ ആകെ വേവിൻ്റെ ഹീറ്റിൻ്റെ തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ സൊല്യൂഷനിൽ, ആ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ദെൻ an കണ്ടുപിടിക്കുക, ആ ഫങ്ഷൻ യൂസ് ചെയ്ത് an കണ്ടുപിടിക്കുക. പോളിനോമിയലാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, ട്രിഗണോമെട്രി ആണെങ്കിൽ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഹോമോജീനിയസ് റോഡ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഓഫ് ലെങ്ത് 100 സെൻറ്റിമീറ്റർ, ലെങ്ത് 100, എല്ലിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്, ലെങ്ത് 100 സെൻറ്റിമീറ്റർ ആണ്. ഹാസ് ഇറ്റ്സ് എൻഡ് പോയിൻറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് സീറോ ടെമ്പറേച്ചർ. അവിടെ നിങ്ങളോട് പറയും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെയർ ഓഫ് ടെമ്പറേച്ചർ തരും, എൻഡ് പോയിൻറ്റ്സിലെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പോൾ ഇവിടെ കെപ്റ്റ് അറ്റ് സീറോ ടെമ്പറേച്ചർ ആണ്. ആൻഡ് ദി ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്, എക്സ് 0 മുതൽ 50 വരെ ആൻഡ് 100 മൈനസ് എക്സ് 50 to 100 വരെ. ഫൈൻഡ് ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ യു ഓഫ് എക്സ് ടി. ക്വസ്റ്റ്യൻ നമുക്ക് ആകെ വേണ്ടത്, ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ ആകെ ഉണ്ടായിരിക്കുന്നത് എന്ത് മാത്രമായിരിക്കും, ഇനീഷ്യൽ ടെമ്പറേച്ചർ എഫ് ഓഫ് എക്സ് മാത്രമായിരിക്കും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണം, അല്ല ഡയറക്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് ലെങ്ത് എത്രയാണെന്ന് നമ്മൾ നോക്കി, ലെങ്ത് 100 ആണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കെപ്റ്റ് അറ്റ് സീറോ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസ് 1 ആണ്. ദെൻ എഫ് ഓഫ് എക്സ് പോളിനോമിയലല്ലേ തന്നിരിക്കുന്നത്, എക്സിൻ്റെ ഫംഗ്ഷനാണ്, അപ്പോൾ ഇൻ്റഗ്രേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വേവിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഫസ്റ്റ് നമ്മുടെ വേവ് ഇക്വേഷൻ, ദെൻ ഇനീഷ്യൽ കണ്ടീഷനാണ് ആദ്യം എഴുതിയെന്ന് മാത്രം, ബൗണ്ടറി കണ്ടീഷൻ എഴുതിയിട്ട് സാധാരണ ഇനീഷ്യൽ കണ്ടീഷൻ എഴുതിയാൽ മതി. ഇവിടെ അങ്ങനെ എഴുതി പോയപ്പോൾ ടെക്സ്റ്റ് നോക്കി എഴുതുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ ആദ്യം ഇനീഷ്യൽ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ ഹീറ്റിന് ഒരെണ്ണേ ഉള്ളൂ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇല്ല. അവിടെ ജി ഓഫ് എക്സ് 0 എന്നൊന്നും നിങ്ങൾ കൊടുക്കേണ്ട, അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, ദെൻ ബൗണ്ടറി കണ്ടീഷൻ. ഇതൊക്കെ നമ്മുടെ കോമൺ സ്റ്റെപ്സ് ആണ്. ഇനി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ച് സൊല്യൂഷൻ k ഈക്വൽ ടു -p² വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു c1 cos px പ്ലസ് c2 sin px ഇൻറ്റു c3 -hp²t. ഓക്കെ, ഹീറ്റിലായതുകൊണ്ട് സെക്കൻഡ് ടൈം ആണ്, വേവിലാണെങ്കിൽ സെക്കൻഡ് ടൈമും c3 cos cpt പ്ലസ് c4 sin cpt, ആ ഒരു ചേഞ്ചാണ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ c1 0 കിട്ടുന്നു. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ p ഈക്വൽ ടു n π/l കിട്ടുന്നു. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും എഴുതുന്നു, കാരണം c1 0 ആകുമ്പോൾ ഈ ഒരു ടൈം ഉണ്ടാവില്ല, ബാക്കി രണ്ട് ടൈം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതവിടെ എഴുതി. c2 c3 an എന്നാക്കി എഴുതി. ദെൻ അപ്ലൈയിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, സിഗ്മ വന്നു, സമ്മേഷൻ. ദെൻ ഇനീഷ്യൽ കണ്ടീഷനും ഫോറിയർ സീരീസും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ an-ൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ അതൊരു കോമൺ ആണ്. ഈ കേസ് 1 ഇതേ നമ്മൾ വേവ് ചെയ്യുന്ന പോലെ തന്നെ കോമൺ സ്റ്റെപ്സ് ആണ് എഴുതിയത്. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to l എന്നാണ്, പക്ഷേ ഇവിടെ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷനാണ്, l 100 ആണ്. 0 മുതൽ 100 വരെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ പറ്റില്ല, സ്പ്ലിറ്റിംഗ് ആയതുകൊണ്ട് ആദ്യം 0 മുതൽ 50 വരെ പ്ലസ് 50 to 100 വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. ആണ് കാണുന്നത് 2/l, ലെങ്ത് 100 ആണ്, അതുകൊണ്ട് 2/100. ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 to 50, അവിടുത്തെ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദെൻ 50 to 100 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 100 മൈനസ് എക്സ് ആണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഇൻ്റഗ്രേഷൻ പാർട്ടാണ്, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ക്രോണിക്കേഴ്സ് റൂൾ വെച്ച് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ്. അപ്പോൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ
സൈൻ്റെ ഇൻ്റഗ്രല്, ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഈ കോസിൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, ലിമിറ്റ് ആദ്യത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 50 ആണ്. അതേപോലെ തന്നെ അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ, അവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡിൻ്റെ ഇൻ്റഗ്രൽ. അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 50 to 100 ആണ്. അപ്പോൾ അവിടെ ലിമിറ്റ് ഓരോ ടൈമിന് ലിമിറ്റ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. നോക്കുക, ഓരോ ടൈമിന് ലിമിറ്റ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. കുറേ ടൈംസ് 0 ആകും, കാരണം എക്സിന് 0 കൊടുക്കുമ്പോൾ 0 വരും, എക്സിന് 100 കൊടുക്കുമ്പോൾ 0 വരും. അപ്പോൾ അങ്ങനെ 2 ടൈം ഓൾറെഡി 100 ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും, 100 അല്ല 0 ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ സൈൻ ഈ ടൈമിന് 0 കൊടുക്കുമ്പോൾ 0 ആണ് വരിക, 100 കൊടുക്കുമ്പോഴും 0 ആണ് വരിക. അപ്പോൾ 4 ടൈം 0 ആയിരിക്കും, ബാക്കി 4 ടൈംസ് ആണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുക. 2 ടൈം കോസിൻ്റെ 2 ടൈമുകൾ ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കും, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ സൈൻ്റെ 2 ടൈംസ് സെയിം സൈനായിട്ടാണ് വരിക, അപ്പോൾ അതിന് 2 ടൈംസ് എന്ന് എഴുതാം. അപ്പോൾ അതാണ് നിങ്ങളുടെ എന്തായിട്ട് കിട്ടുന്നത്, an ആയിട്ട് കിട്ടുന്നത്, എൻ്റെ വാല്യൂ. an കണ്ടുപിടിച്ച u(x)t ഓൾറെഡി നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ആ ഇക്വേഷനിൽ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങളതിൽ നോട്ട് എഴുതി തരുന്നുണ്ട്. ആ നോട്ട് ആദ്യം കയ്യിൽ വെച്ച് ഈ പറയുന്ന മെത്തേഡിൽ ചെയ്ത് നോക്കുക, പോസ് ചെയ്ത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വേവ് നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്കധികം ഡിഫിക്കൽട്ടീസ് ഇല്ലാതെ ചെയ്യാം. ആകെ സെക്കൻഡ് ടൈം e⁻² ആണ്, C3 e⁻² ആണ്, അത് മാത്രമാണ് വേവും അതുപോലെ ഹീറ്റിൻ്റെ ഫസ്റ്റ് കേസായിട്ടുള്ള ചേഞ്ച്. പോളിനോമിയലാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ട്രിഗണോമെട്രി ആണെങ്കിൽ കമ്പാരിസൺ തന്നെ. സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ 2 ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഡയറക്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ.